സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അമിത അളവിൽ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അനുവദനീയമായതിന്റെ ഇരട്ടി അളവിൽ മെർക്കുറിയുടെ അംശം ഇത്തരം വസ്തുക്കളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിലും ഫേസ് ക്രീമുകളുമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യയിലൂടെയാണ് ഇത് കണ്ടെത്തിയത്. ഇതിന്റെ മൂന്നാം ഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് 2020 നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ ഏകദേശം 7 ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും 33 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഖരിച്ച സാമ്പിളുകൾ വകുപ്പിന്റെ തിരുവനന്തപുരം, എറണാകുളം ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമുണ്ട്. അനുവദനീയമായ അളവിൽ നിന്ന് 12,000 ഇരട്ടിയോളം മെർക്കുറി പല സാമ്പിളുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് ആന്തരിക അവയവങ്ങളെ വളരെ ബാധിക്കുന്ന തരത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമാണ്. ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ ലൈസൻസോടുകൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിന്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച് വാങ്ങേണ്ടതാണ്.